കൃത്യമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 100 സീറ്റ് കിട്ടുമെന്നും വലിയ ആത്മവിശ്വാസമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ഏകീകരിച്ചിട്ടുണ്ടെന്നും എല്ലാ സാഹചര്യങ്ങളും UDFിനെ അനുകൂലമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇലക്ഷൻ അഴിമതി എന്നിട്ട് വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ വിഷ്വൽസ് ഇല്ലേ, അത് ആർക്കും പിടിക്കാൻ പറ്റുമോ? വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്യുക. കിറ്റ് എത്രയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് സാധാരണക്കാരനായ ഒരു ധൈര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ UDF പ്രവർത്തകൻ അതിനകത്ത് ധൈര്യം കാണിച്ച് ക്യാമറയിൽ പകർത്തിയുമുണ്ട്. ഇല്ലാത്ത എത്ര സ്ഥലത്ത് നടന്നിട്ടുണ്ടത്? വ്യാപകമായി പണം ഒഴുക്കിയിട്ട് അതുപോലുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി വോട്ട് പിടിക്കാനായിരുന്നു ഒരു ശ്രമം. ഒരു ഭാഗത്ത് അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്, മറുഭാഗത്ത് ഭാഗത്ത് പണം. ഇത് രണ്ടിനെയും അതിജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ അന്തസ്സുയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകുമ്പോൾ. കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ആക്രമണം. ഇപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കാരണം മിക്കവാറും ബൂത്തുകളിലെ ഏജൻറ്റുമാരെയും മറ്റുള്ളവരെ അടിച്ചിട്ട് പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ശ്രമം ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ നേരത്തെ ആരോപിച്ചതാണ്. അവരാരെനിക്ക് നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും കള്ളവോട്ട് ഇവിടെ നടത്താൻ ശ്രമം നടത്തി. കള്ളവോട്ട് നടത്താനുള്ള പരിപാടി അവർക്കുണ്ടായിരുന്നു. അതിനെ എതിർക്കുന്നവരെയൊക്കെ തന്നെ അമർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മർദ്ദനം നടന്നത് ഏകപക്ഷീയമായിട്ടാണ്. കോൺഗ്രസ്സുകാർ കണ്ണൂരിൽ CPM-നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വാർത്തയാണ്. ഇതിനകത്തൊന്നും ആത്മവിശ്വാസം 4-ാം തീയതി വരെ ആർക്കും പ്രകടിപ്പിക്കാമല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ തോൽക്കുമെന്ന് പറയൂ? അതങ്ങനെ പറയാൻ പറ്റുന്നു? നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷേ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നല്ല അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്രൗണ്ട് റിയാലിറ്റി, ഇന്നലെ ഉണ്ടായ റിയാലിറ്റി ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു സംശയത്തിനിടവേളയില്ല. ഞങ്ങളും ഇക്കാര്യത്തിലൊക്കെ തന്നെ പഴയ കാലത്തെ ഇലക്ഷൻ സങ്കല്പത്തിലൂടെ അല്ലല്ലോ ഈ ഇലക്ഷൻ ഞങ്ങൾ നേരിട്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെയായിരുന്നു. കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ആ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടയിൽ തന്നെ ഉറച്ചു നിന്ന് അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അതൊന്നും ഇല്ലാതെ ആ ഒറ്റ നെറേറ്റീവിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നെറേറ്റീവ് തന്നതിൽ ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവ് തന്നത് LDF തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകായ ചിത്രം വച്ചിട്ട് അല്ലാതെ മറ്റാരുണ്ട്? ഈ ചോദ്യമാണ് കേരളത്തിലുണ്ടായത്. അല്ലാതെ മറ്റാരുണ്ട്? കേരളത്തിൽ എത്ര ഹോർഡിങ് തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ. ഇത് മുകളിലായതുകൊണ്ട് കാലിൽ തട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എത്ര അർത്ഥത്തിൽ അതൊക്കെ ഗുണമായി. ആ ഓവർ പബ്ലിസിറ്റി അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഗുണമായി. ഇതിനകത്ത് പിന്നെ ഞങ്ങളുടെ ഗ്യാരണ്ടികൾ, കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികൾ. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രം ഈ ഇലക്ഷൻ ഞങ്ങൾ വളരെ കരുതലോടെ തന്നെയാണ്. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല കേരളത്തിന് മുമ്പിൽ വെച്ചത്. പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ വന്നാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ജനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ ഫലങ്ങൾ. ഇന്ന് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്നാണ് മുല്ലപ്പള്ളി തങ്ങൾ പ്രതികരിച്ചത്. എങ്ങനെയാണ്? ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDFിൻ്റെ പ്രവർത്തകർ, നേതാക്കളെല്ലാവരും എല്ലാവർക്കും വ്യക്തിപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അത് പറ്റിയിട്ടില്ല. ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അഹോരാത്രം രാവും പകലും കഷ്ടപ്പെടുന്ന UDFിൻ്റെ നേതാക്കളെയും പ്രവർത്തകരുമാണ്. എല്ലാം മറന്ന് ഏത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായാലും നേതൃത്വം പറയുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ഓരോ ബൂത്തുകളിലും, ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത ബൂത്തുകളിൽ പോലും പ്രതിരോധിച്ച പ്രവർത്തകനുണ്ട്, വൈബ്രൻ്റായ പ്രവർത്തകൻ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇപ്പം കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഗൾഫ് നാടുകളിലായാലും ഒക്കെ തന്നെ സ്വന്തം കയ്യിൽ നിന്നും ഫോൺ റീചാർജ് ചെയ്ത് തിരക്കിട്ട പണികളായിരിക്കും അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും. ആ ജോലികൾക്ക് നിന്ന് സമയം കണ്ടെത്തിയിട്ട് സൈബർ പ്രതിരോധം തീർത്ത UDFിൻ്റെ പ്രവർത്തകരുണ്ട്. അവരാണ് ഇക്കാര്യം തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ താരങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ്. അത്രയും ആത്മാർത്ഥമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്കും മുന്നണിക്കും അത്രയും പ്രാധാന്യമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാം മറന്ന് എല്ലാം വിട്ടുവീഴ്ചത് അഹോരാത്രം കഷ്ടപ്പെട്ട പ്രവർത്തനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പം പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായിട്ടും അതിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുമല്ലോ. ഇലക്ഷൻ ഫലം വരും, ചർച്ച ചെയ്യും.